അപ്പോൾ നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സേമിയ നമ്മൾ ഇതേപോലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ 10 പാക്കറ്റ് പാലുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, 5 ലിറ്റർ പാല്. പിന്നെ ജവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 50 ഗ്രാം ജവ്വരി വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്കായ. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. സേമിയ 1/2 കിലോനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സേമിയ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ നിർത്താണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, എന്നാലാണ് എല്ലാതും ഒരേപോലെ ആവുന്നു. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ആ ഉരുളിയിൽ നിന്ന് സേമിയ വറുത്തെടുത്തിട്ടുണ്ട്, മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് പാല് പൊട്ടിച്ചു ഒഴിക്കാം. കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു. അങ്ങനെ 10 പാക്കറ്റ് പാല് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. തിളച്ച നമുക്ക് സേമിയ ഇടാം. നമ്മൾ സേമിയ വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യിൽ. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അരമണിക്കൂറിൽ മീതെ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ട് ഒന്ന് കുറുകട്ടെ വിചാരിച്ചിട്ടാണ്. നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം ഒന്ന് കുറുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെറും പാല് മാത്രമേ ഉള്ളൂ. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാൽ അറിയാം. ഇനി നമുക്ക് ഇതിലേക്ക് ജവ്വരി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ജവ്വരിയാണ്.
നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് 3/4 കിലോ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. നല്ല മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല മധുരം വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇടാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വറുത്തിടാം. നമ്മളവിടെ പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരിയും കൂടി അതിലാണ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.